പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, MG യൂണിവേഴ്സിറ്റിയുടെ തേർഡ് സെമസ്റ്ററിലെ കോളേജ് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. MG യൂണിവേഴ്സിറ്റിയുടെ കോളേജ് ട്രാൻസ്ഫറിന്റെ ഒന്നാം ഘട്ടം എന്ന നിലയ്ക്ക് ഒരു സെയിം കോളേജിൽ, ഞാനിപ്പോൾ പഠിക്കുന്ന ഒരു കോളേജിലെ മറ്റൊരു കോളേജിലെ കോഴ്സിലേക്ക്, ഞാനിപ്പോൾ ഒരു കോളേജിൽ BA എക്കണോമിക്സ് പഠിക്കുകയാണ്, ഞാൻ അതേ കോളേജിലെ BCOMിലേക്കുള്ള മേജർ സ്വിച്ചിങ്ങും, സെയിം കോളേജിലെ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള മേജർ സ്വിച്ചിങ്ങും അതിന്റെ അപേക്ഷയും അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയുള്ള സെക്കൻഡ് ഫേസിലേക്ക് കടക്കുകയാണ്. ഫേസ് 2 മേജർ സ്വിച്ചിങ് ആൻഡ് കോളേജ് ട്രാൻസ്ഫർ. മേജർ സ്വിച്ചിങ്ങും കോളേജ് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ആപ്പിൾ ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ 30/6/2026 മുതൽ 2/2026 വരെയാണ് ഇതിന്റെ അപ്ലിക്കേഷൻ നടപടികൾ ഉള്ളത്. ഇതിന്റെ അപ്ലിക്കേഷൻ നടപടികൾ ഈ സമയത്താണുള്ളത്. ഈ സമയത്ത് യൂണിവേഴ്സിറ്റി അതിന്റെ ഡീറ്റെയിൽ ആ സമയത്ത് അറിയിക്കുന്നതാണ്. അങ്ങനെ നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് കോളേജ് അപ്രൂവൽ ചെയ്തിട്ട് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണം. റാങ്ക് ലിസ്റ്റ് മെറിറ്റ് കമ്മ്യൂണിറ്റി കോട്ടയുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കോളേജ് ചേഞ്ച്, ഒരു കോളേജിൽ നിന്ന് മറ്റൊരു കോളേജിലേക്ക് ചേഞ്ച് ചെയ്യണം. 6-ാം തീയതി പബ്ലിഷ് ചെയ്താൽ 6-ാം തീയതി മുതൽ 8-ാം തീയതി വരെയുള്ള തീയതികളിലാണ് കോളേജ് ചേഞ്ച് ചെയ്യുക. ഒരു കോളേജിൽ നിന്ന് മറ്റൊരു കോളേജിലേക്ക് മേജർ സ്വിച്ചിങ്ങും ട്രാൻസ്ഫറും ഇതിന്റെ കൂടെ പോസിബിൾ ആണ്. മേജർ ചേഞ്ചിങ് എന്ന് പറയുന്നത് ഒരു സെയിം മേജർ സ്വിച്ചിങ് BA എക്കണോമിക്സിൽ നിന്ന് BCOMിലേക്ക് മാറുക, BCOMിൽ നിന്ന് ഫിസിക്സിലേക്ക് മാറുക, ഇതൊക്കെ ഇതിന്റെ കൂടെ നടക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെതായ ഗൈഡ് ലൈൻസ് ഉണ്ട്, അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയായിരിക്കും. പിന്നെ 9-ാം തീയതി മാനേജ്മെന്റ് കോട്ടയുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. കോളേജ് ചേഞ്ച്, മാനേജ്മെന്റ് കോട്ട കോളേജ് ചേഞ്ച് 10-ാം തീയതി നടക്കും. ഇങ്ങനെയാണ് ഇതിനുള്ളത്. പിന്നീടുള്ളത് യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫർ ആണ്. അതിന്റെ ആ സമയമാകുമ്പോൾ അതിന്റെ ഡീറ്റെയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും. ഓക്കെ.